ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ഹ്യുണ്ടായി വെന്യൂ വേഴ്സസ് കിയ സോണറ്റാണ്. റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റുകളും ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ വന്ന മെസ്സേജുകളും ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യാനായിട്ടാണ്. ഈ രണ്ട് വാഹനങ്ങളും രണ്ട് മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിർത്തി കമ്പാരിസൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് വാല്യൂ ഫോർ മണി, ഈ വാഹനങ്ങളുടെ പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, ഏത് വേരിയൻ്റാണ് ഏത് പ്രൈസിന് സ്യൂട്ടബിൾ ആവുക, ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 10 തൊട്ട് 12 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ നിങ്ങളൊരു കോമ്പാക്റ്റ് SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബെസ്റ്റ് കാറുകളാണ് പുതിയ ഹ്യുണ്ടായി വെന്യൂവും നമ്മളുടെ കിയയുടെ സോണറ്റും. ഈ രണ്ട് വാഹനങ്ങളും ഐഡൻറ്റിക്കലി സിമിലറാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഹ്യുണ്ടായുടെ ഒരു സബ് ബ്രാൻഡാണ് കിയ. അപ്പോൾ രണ്ട് വാഹനങ്ങളും അവരുടെ എഞ്ചിനും പ്ലാറ്റ്ഫോമും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഹ്യുണ്ടായി വെന്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ H1 പ്ലാറ്റ്ഫോമിലാണ് പുതിയ ഹ്യുണ്ടായി വെന്യൂ വരുന്നത്. അതുകൊണ്ട് വെന്യൂവിന് കമ്പാരിറ്റീവ്ലി ഇൻറ്റീരിയർ സ്പേസ് കാര്യങ്ങൾ കൂടുതലാണ്. സോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സോണറ്റ് ലോഞ്ച് ചെയ്ത സമയത്തെ തൊട്ട് H2 പ്ലാറ്റ്ഫോമാണ്. അതിനുശേഷം മേജറായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ സോണറ്റിൻ്റെ മേജറായിട്ട് പറയുന്ന ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ സ്പേസ് കുറവാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ രണ്ട് വാഹനങ്ങളും എൻജിൻ കാര്യങ്ങൾ സിമിലറായിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ട് വാഹനങ്ങളിലും ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. 83 HP പവറും 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിൻ. അത് രണ്ട് വാഹനങ്ങളിലും മാനുവലിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. രണ്ടാമതൊരു യൂസ് ചെയ്യുന്നൊരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഒരു 118 HP പവറും 170 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നല്ല രസമുള്ള ഒരു പെട്രോൾ എഞ്ചിനാണത്. ആ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെന്യൂവിൽ 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് DCT ഗിയർ ബോക്സും അവൈലബിൾ ആണ്. സോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സോണറ്റിൽ നിങ്ങൾക്ക് ഒരു 6 സ്പീഡ് IMT ആണ് വരുന്നുള്ളൂ. ഒരു നോർമൽ മാനുവൽ ഓപ്ഷൻ അവിടെ അവൈലബിൾ അല്ല ആ എഞ്ചിനുമായിട്ട്. പ്ലസ് 7 സ്പീഡ് DCTയും അവൈലബിൾ ആണ്. മൂന്നാമത്തെ ഒരു എഞ്ചിൻ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്രെറ്റയിലും സെൽട്ടോസിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ്. 114 HP പവറും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നല്ല അടിപൊളി ഒരു ഡീസൽ എഞ്ചിനാണ്. ആ ഒരു എഞ്ചിൻ പെയർ ചെയ്തിരിക്കുന്നത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമാണ്. ആ എഞ്ചിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൈലേജ് തന്നെയാണ്. രണ്ട് മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങളിലും റിയൽ ലൈഫിലൊരു 16-നും 20-നും ഇടയ്ക്ക് നമുക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ശരിക്കും സോണറ്റിൽ കമ്പനി 24 മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ വെന്യൂവിലേക്ക് വരുമ്പോൾ 20 ക്ലെയിം ചെയ്യുന്നുള്ളൂ. പക്ഷേ റിയൽ ലൈഫിൽ രണ്ട് വാഹനത്തിലും സിമിലർ മൈലേജ് ആയിരിക്കും ലഭിക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു അപ്ഡേറ്റ് പ്രകാരം കിയ സോണറ്റിൻ്റെ ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ഡീസൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഈ വാഹനങ്ങളുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോണറ്റിൻ്റെ പോസിറ്റീവ്സിലേക്ക് വന്നാൽ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റിലെ മോസ്റ്റ് അഗ്രസീവ് ലുക്കിംഗ് കാറാണ് നമ്മളുടെ സോണറ്റ്. അതുപോലെ തന്നെ ഏറ്റവും സ്പോർട്ടിയസ് കാർ എന്ന് വേണമെങ്കിലും പറയാം. രണ്ടാമത്തെ പോസിറ്റീവ് അതിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. സെക്കൻഡ് വേരിയൻ്റായ HTK ഓപ്ഷണൽ വേരിയൻ്റ് തൊട്ട് ഒരു ഫീച്ചർ ലോഡഡായിട്ടുള്ള വാഹനമായിട്ട് നമുക്ക് സോണറ്റ് ഫീൽ ചെയ്യും. റീസെൻ്റ്ലി നമ്മൾ ആ HTK ഓപ്ഷണലിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ സിഗ്നേച്ചർ DRL കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു വീൽ കപ്പുകൾ, അതും 215 സെഷൻ ടയറുകളോടുകൂടി കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് വിത്ത് ഡീഫോഗർ. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഒരു 8 ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റം വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ റിവേഴ്സ് ക്യാമറ. അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും. എടുത്തു പറയേണ്ട കാര്യം സൺറൂഫാണ്. സെക്കൻഡ് വേരിയൻ്റ് അല്ല, ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള HTE ഓപ്ഷണൽ വേരിയൻ്റ് തൊട്ട് സൺറൂഫും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സോണറ്റിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറയാം. അതായത് സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് നമുക്ക് ഒരു ഫീച്ചർ ലോഡഡായിട്ടുള്ള വാഹനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിട്ടുള്ളൊരു വാഹനം ലഭിക്കുന്നു എന്നുള്ളതൊരു പോസിറ്റീവാണ്. ഇനി മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു അപ്ഡേറ്റാണ്. അതായത് ബേസ് വേരിയൻ്റ് തൊട്ടേ നിങ്ങൾക്ക് ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതായത് 11.5 ലക്ഷം രൂപ ബഡ്ജറ്റിന് നിങ്ങൾക്കൊരു ക്രെറ്റ സെൽട്ടോസൊക്കെ, അതായത് 17 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളുടെ സെയിം ടെക്നോളജി, അതായത് സെയിം 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ലഭിക്കും. അതൊരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർത്ത് വേരിയൻ്റ് എന്ന് പറയാവുന്ന HTK പ്ലസ് ഓപ്ഷണൽ വേരിയൻറ്റ്.
വെന്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെന്യൂവിലെ ടോപ്പ് എൻഡിൽ ലഭിക്കുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് നമുക്ക് തരുന്ന ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനമാണ് നമ്മളുടെ HTK പ്ലസ് ഓപ്ഷണൽ വേരിയൻറ്റ്. അപ്പോൾ അത്രയും നല്ലൊരു വേരിയൻറ്റ് നമ്മൾക്ക് ഒരു 11.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഒരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ബേസ് വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാലും ബേസിക്കായിട്ട് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഒരു വാല്യൂ ഫോർ മണി കാറുകൾ നോക്കുന്നവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് തന്നെയാണ്. ബേസ് വേരിയൻറ്റ് ഇപ്പോൾ സെഗ്മെൻറ്റിൽ ഏറ്റവും വില കുറവുള്ള ഒരു ബേസ് വേരിയൻറ്റ്, അത്യാവശ്യം ഫീച്ചേഴ്സ് തരുന്ന ഒരു ബേസ് വേരിയൻറ്റും നമുക്ക് കിയ സോണറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാമാണ് സോണറ്റിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയാൻ പറ്റുക. ഇനി നമുക്ക് സോണറ്റിൻ്റെ നെഗറ്റീവ്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ആ ഒരു ഓൾഡസ്റ്റ് ഡിസൈൻ തന്നെയാണ്. സെഗ്മെൻറ്റിൽ ഇപ്പോൾ വാഹനം ലോഞ്ച് ചെയ്തിട്ട് 3-4 കൊല്ലമായി. റീസെൻ്റ് ചെറിയൊരു അപ്ഡേറ്റ് വന്നതാണെങ്കിലും ചെറിയൊരു ഡിസൈൻ അപ്ഡേറ്റ് മാത്രമാണ് വന്നത്. അതുകൊണ്ട് ഒരു സെഗ്മെൻറ്റിലെ ഒരു പഴയ ലുക്കിംഗ് കാർ അല്ലെങ്കിൽ ഒരു ഓൾഡസ്റ്റ് ഡിസൈൻ നമുക്ക് സോണറ്റിനെ വിളിക്കാം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഒരു സെഗ്മെൻറ്റിലെ ഒരു അഗ്രസീവ് ലുക്കിംഗ് കാർ തന്നെയാണ് സോണറ്റ്. രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ഒട്ടും പ്രീമിയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാര്യം ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് വന്ന വെന്യൂലൊക്കെ ഇൻറ്റീരിയറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രീമിയം ഇൻറ്റീരിയറായിട്ട് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷേ സോണറ്റിൻ്റെ ഇൻറ്റീരിയർ ലോഞ്ച് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താത്ത ഇൻറ്റീരിയറാണ്. അതുകൊണ്ട് ഇൻറ്റീരിയർ നമുക്കൊട്ടും പ്രീമിയമായിട്ട് ഫീൽ ചെയ്യില്ല. അതാണ് രണ്ടാമത്തെ നെഗറ്റീവ്. മൂന്നാമത്തെ നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ സീറ്റ് ഭയങ്കര ടൈറ്റാണ്. എന്താ പറയുക, ഇപ്പോൾ 3 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും. റിയർ സീറ്റിൽ ലെഗ് റൂമാണ് എങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് അന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ ബാക്ക് സീറ്റിൽ സ്പേസ് കുറവായിട്ട് തോന്നും. പക്ഷേ അത് ഈ സെഗ്മെൻറ്റുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുക. അതല്ല നമ്മളിപ്പോൾ സോണറ്റ് ഉപയോഗിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കുറവാണെന്നൊന്നും ഫീൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. അടുത്തൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് സ്റ്റിഫറായിട്ടൊരു സസ്പെൻഷനാണ്. നമുക്ക് വെന്യൂ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലൊരു റൈഡിങ് കംഫർട്ടല്ല എസ്പെഷ്യലി ബാക്ക് സീറ്റിൽ സോണറ്റിന് ലഭിക്കാം. അതും സോണറ്റിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ വെന്യൂവിൻ്റെ പോസിറ്റീവ്സാണ്. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ ആണെന്നുള്ളതാണ്. റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത് വന്ന വാഹനമാണ്. അപ്ഡേറ്റ് വന്നപ്പോൾ ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് കൊടുക്കാണ്ട് എൻ്റയർലി പുതിയ വാഹനമായിട്ടാണ് ഹ്യുണ്ടായി തന്നിരിക്കുന്നത്. പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട്, ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം പുത്തൻ വാഹനമാണ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഇൻ ക്ലാസ് ഇൻറ്റീരിയർ സ്പേസ് ആണ്. സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയർ സ്പേസ് തരുന്നൊരു വാഹനം, അല്ലെങ്കിൽ ബാക്ക് സീറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് തരുന്നൊരു വാഹനവും പുതിയ വെന്യൂ ആണ്. അത് കാരണം ആ വാഹനത്തിൻ്റെ ഒരു വീൽ ബേസ് തന്നെയാണ് 2520 mm ആണ് ആ വാഹനത്തിന് വീൽ ബേസ് കൊടുത്തിരിക്കുന്നത്. സോണറ്റിന് 2500 mm ഉള്ളൂ. അപ്പോൾ ആ ഒരു വീൽ ബേസിൻ്റെ കൂടുതൽ നമുക്ക് ഇൻറ്റീരിയറിൽ മനസ്സിലാവും. അതുപോലെ തന്നെ വിട്ട് കൂടുതലുള്ള ഒരു വാഹനവും നമ്മളുടെ പുതിയ വെന്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ബാക്ക് സീറ്റിൽ 3 പേർക്ക് ഇപ്പോൾ സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റ് തൊട്ട് ഫീച്ചർ ലോഡഡായിട്ടാണ് വരുന്നത്. കാരണം ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് ഒരു മിഡ് വേരിയൻറ്റ് വരെ ഇൻറ്റീരിയറിലെ ലേ ഔട്ടും ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സാക്ട് സിമിലറാണ്. ചെറിയൊരു പൈസ അഡീഷണലി ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു മിഡ് വേരിയൻ്റ് ലുക്കിലേക്ക് ഈസിലി മോഡിഫൈ ചെയ്യാൻ പറ്റും. അതും വെന്യൂവിൻ്റെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ വെന്യൂവിൽ കൂടുതൽ ഇറങ്ങുന്നത് അതിൻ്റെ ബേസ് വേരിയൻറ്റുകളാണ്. കാരണം ഡീസലും പെട്രോളും നമുക്ക് 1.2 പെട്രോളും അവൈലബിൾ ആണ്. അതെടുത്തിട്ട് അത്യാവശ്യം വേണ്ട ആക്സസറീസ് ചെയ്ത് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ടോപ്പ് എൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു മിഡ് വേരിയൻ്റ് ലുക്കിലേക്ക് ആ വാഹനം കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. നാലാമത്തെ പോസിറ്റീവും ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഭാരത് എൻക്യാപ്പിൽ വെന്യൂവിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു സേഫസ്റ്റ് കാർ എന്ന് പറയാം സോണറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ടോപ്പ് മോഡലിലേക്കൊക്കെ പോകുമ്പോൾ അഡാസ് ലെവൽ 2 അതിൻ്റെ കുറച്ചധികം പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് വെന്യൂവിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ടോപ്പ് മോഡലിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ക്രെട്ട പോലെയുള്ള വാഹനങ്ങളുടെ ടോപ്പ് മോഡലിലുള്ള ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും കുറച്ചും കൂടി ബഡ്ജറ്റ് കുറവിൽ നമുക്ക് വെന്യൂവിൽ ലഭിക്കുന്നു എന്നുള്ളതും വെന്യൂവിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവായിട്ട് പറയാം. വെന്യൂവിൻ്റെ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ലെസ് ഫീച്ചേഴ്സ് ഇൻ മിഡ് വേരിയൻസ് എന്നുള്ളതാണ്. കാരണം സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 13 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന വാഹനത്തിൽ ഫീച്ചേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് വെന്യൂവിൻ്റെ ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയാം. രണ്ടാമത്തെ നെഗറ്റീവ്
ഓട്ടോമാറ്റിക് ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ വെന്യൂ എക്സ്പെൻസീവാണ്. ഇപ്പോൾ സോണറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോണറ്റിൻ്റെ 11.5 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള വാഹനങ്ങളിൽ തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. വെന്യൂവിലേക്ക് വരുമ്പോൾ ഒരു 13 ലക്ഷം രൂപ വരെ ബഡ്ജറ്റുള്ള വാഹനങ്ങൾ തൊട്ടിട്ടാണ് ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ 12.5 ലക്ഷം രൂപ തൊട്ടിട്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ വെന്യൂ എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ അടുത്തൊരു നെഗറ്റീവായിട്ട് പറയാവുന്നത് വെന്യൂവിൻ്റെ ടോപ്പ് മോഡലൊക്കെ എടുക്കുന്ന ബഡ്ജറ്റിന് വേണമെങ്കിൽ നെക്സ്റ്റ് സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുടെ മിഡ് വേരിയൻറ്റുകൾ ലഭിക്കും. അതും വെന്യൂവിൻ്റെ വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. ഇപ്പോൾ ഫീച്ചർ ലോഡായിട്ടുള്ളൊരു വാഹനം വേണമെങ്കിൽ ടോപ്പ് എൻഡിലേക്ക് പോകാം. അതല്ല, ഫീച്ചേഴ്സിലുപരി നിങ്ങൾ ആ വാഹനത്തിൻ്റെ ഒരു സ്പേസും വലിപ്പമൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ആ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വലിപ്പം ഉള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ലഭിക്കും എന്നുള്ളതും ഒരു നെഗറ്റീവാണ്. പിന്നെ അടുത്തൊരു നെഗറ്റീവായിട്ട് പറയാവുന്നത് കമ്പാരിസൺ നോക്കുമ്പോൾ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ടും അല്ലെങ്കിൽ സോണറ്റുമായിട്ടും ഡയറക്റ്റ്ലി കമ്പാരിസൺ നോക്കുമ്പോൾ എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യുന്നൊരു വാഹനവുമാണ് പുതിയ വെന്യൂ. അത് പല സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം വെന്യൂ കൊടുക്കുന്ന ഒരു ഫീച്ചറും അതിൻ്റെ പ്ലാറ്റ്ഫോമും സംഭവങ്ങളും വച്ച് നോക്കുമ്പോൾ വെന്യൂ കുറച്ച് എക്സ്പെൻസീവായിട്ടാണ് ഹ്യുണ്ടായി പ്രൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. നമുക്ക് സോണറ്റിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോണറ്റിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് HTE ഓപ്ഷണൽ വേരിയൻ്റാണ്. അതിൻ്റെ പെട്രോൾ മാനുവൽ വേരിയൻറ്റ് 1.2 ആണ്. 9,13,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ലഭിക്കും. ഡീസൽ മാനുവൽ ആണെങ്കിൽ 10,63,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക് ബേസ് വേരിയൻ്റ് ലഭിക്കുന്നുണ്ട് 11,55,000 രൂപ. വെന്യൂവിൻ്റെ ബേസ് വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വെന്യൂവിൻ്റെ ബേസ് വേരിയൻ്റ് HX2 വേരിയൻ്റാണ്. അതിൻ്റെ മാനുവലിന് 9,40,000 രൂപ. സോണറ്റിനേക്കാളും ഏകദേശം 25,000 രൂപ കൂടുതലാണ് വെന്യൂവിൻ്റെ ബേസ് വേരിയൻറ്റിൽ വരുന്നത്. പക്ഷേ ബേസ് വേരിയൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ആ 20,000 രൂപ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം വെന്യൂവിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. പുതിയ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീന്, ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ, വയർലെസ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് പോലെയുള്ള ഫീച്ചേഴ്സ് വെന്യൂവിൽ അഡീഷണലി ലഭിക്കുന്നുണ്ട്. പിന്നെ വെന്യൂവിൻ്റെ ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ടർബോ പെട്രോൾ അവൈലബിൾ ആണ്. 10,38,000 രൂപയാണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ബേസ് വേരിയൻറ്റ് തൊട്ട് ഡീസൽ വരുന്നുണ്ട് 11,58,000 രൂപ. അതായത് സോണറ്റിൻ്റെ ഡീസൽ വേരിയൻറ്റിനേക്കാളും ഏകദേശം 90,000 രൂപ കൂടുതലാണ് വെന്യൂവിൻ്റെ ബേസ് ഡീസൽ വേരിയൻറ്റിന് വരുന്നത്. ഇനി സെക്കൻഡ് വേരിയൻ്റായിട്ട് സോണറ്റിൽ കൊടുത്തിരിക്കുന്നത് HTK ഓപ്ഷണൽ വേരിയൻ്റാണ്. സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് HTK ഓപ്ഷണൽ വേരിയൻ്റാണ്. ആ വേരിയൻറ്റിൽ തന്നെ നമുക്ക് എല്ലാ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനും അവൈലബിൾ ആണ്. ആ വേരിയൻറ്റിൻ്റെ പെട്രോൾ മാനുവൽ 10,33,000 രൂപ. DCT ഓട്ടോമാറ്റിക് പെട്രോളിൽ പിന്നെ DCT ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോയിലാണ് കൊടുത്തിരിക്കുന്നത് 11,62,000 രൂപ. ഡീസൽ മാനുവൽ ആണെങ്കിൽ 11,74,000. ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12,97,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ആ 12,97,000 രൂപയ്ക്ക് ഇറ്റ്സ് എ വെർത്ത് കാർ എന്ന് തന്നെ പറയേണ്ടി വരും, ഫീച്ചേഴ്സാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ. വെന്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിന് സെക്കൻഡ് വേരിയൻ്റായിട്ട് ഒരു HX4 വേരിയൻറ്റ് വരുന്നുണ്ട്. അത് 1.2 പെട്രോളിൽ മാത്രമേ വരുന്നുള്ളൂ. അതിന് 10,85,000 രൂപയാണ് പ്രൈസ് വരുന്നത്. വെന്യൂവിൻ്റെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു മിഡ് വേരിയൻറ്റ് എന്ന് പറയാവുന്നത് HX5 വേരിയൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻറ്റും HX5 വേരിയൻ്റ് ആണ്. ആ വേരിയൻറ്റിൻ്റെ ടർബോ പെട്രോൾ മാനുവലിന് 11,53,000 രൂപയും DCT ഓട്ടോമാറ്റിക്കിന് 13,03,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡീസൽ മാനുവൽ ആണെങ്കിൽ 13,05,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 14,17,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ HX5 പ്ലസ് എന്ന് പറഞ്ഞ് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ളതിൽ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറയാവുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് തരുന്ന ഒരു വേരിയൻ്റാണ്. ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു വേരിയൻ്റാണ്. ആ വാഹനത്തിന് 11,71,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് പ്രൈസിൻ്റെ ഡയറക്റ്റ് ഒരു കമ്പാരിസൺ നോക്കാം. അതായത് സോണറ്റിൻ്റെ HTK ഓപ്ഷണൽ വേരിയൻറ്റിലാണ് നമുക്ക് DCT ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്രോളിൽ 11,62,000 രൂപയും വെന്യൂവിൻ്റെ DCTക്ക് 13,03,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഏകദേശം 1,40,40,000 രൂപ പ്രൈസ് വെന്യൂവിലവിടെ കൂടുതലാണ് പെട്രോൾ ഓട്ടോമാറ്റിക്കിന്. ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സോണറ്റിന് 12,97,000 രൂപയും വെന്യൂവിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിന് 14,17,000 രൂപയാണ്. അതായത് 1,20,000 രൂപ കൂടുതൽ അവിടെ വെന്യൂവിന് കൊടുക്കണം. സോണറ്റിലെ ഒരു ബെസ്റ്റ് വേരിയൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വേരിയൻറ്റ് HTK പ്ലസ് ഓപ്ഷണൽ വേരിയൻ്റാണ്. ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയൻറ്റ്. അതിൻ്റെ പെട്രോൾ മാനുവൽ 11,32,000 രൂപ, DCT ആണെങ്കിൽ 13,03,000 രൂപ, ഡീസൽ മാനുവൽ 13,04,000 രൂപ, ഡീസൽ ഓട്ടോമാറ്റിക് 13,97,000 രൂപ. ആ സമയത്ത് നമ്മൾ
വെന്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിൽ HS6 എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതാണ് ശരിക്കും 1.2 പെട്രോൾ എഞ്ചിനിലെ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കിലെ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്നൊരു മിഡ് വേരിയൻറ്റും ശരിക്കും HS6 വേരിയൻ്റാണ്. അതിൻ്റെ പെട്രോൾ മാനുവൽ 12,47,000 രൂപയും ടർബോ പെട്രോൾ 12,979. ടർബോ പെട്രോൾ മാനുവലാണ്. DCT ആണെങ്കിൽ 14,74. അതായത് സോണറ്റിൻ്റെ ആ ഒരു ബെസ്റ്റ് വേരിയൻറ്റും വെന്യൂവിലെ ഈ ബെസ്റ്റ് വേരിയൻറ്റും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ഏകദേശം 1,50,000 രൂപയാണ്. ഇനി നമുക്ക് ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരാം. ഈ വാഹനങ്ങളിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ കൂടുതൽ ഫീച്ചേഴ്സ്, ഒരു വാല്യൂ ഫോർ മണി ഡീസൽ ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സിലൊരു കൺസേൺ ഇല്ല, എനിക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക്കാണ് കൺവീനിയൻ്റ് അനുസരിച്ച് വേണ്ടത്, അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് കാറ് ഈ പ്രൈസ് റേഞ്ചിൽ, അല്ലെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു കാർ ആ പ്രൈസ് റേഞ്ചിൽ സോണറ്റ് തന്നെയാണ്. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പമുള്ളൊരു വാഹനം വേണം, കുറച്ചും കൂടി നല്ലൊരു റൈഡ് കംഫർട്ട് വേണം, ഒരു പുതിയ കാറ് വേണം, ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് വെന്യൂവിലേക്ക് പോകാം. ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിങ്സ് എന്നുള്ള രീതിയിൽ പറയാവുന്നത്, നമ്മളുടെ സോണറ്റിൻ്റെ HTK ഓപ്ഷണൽ വേരിയൻറ്റ് നമുക്ക് പെട്രോൾ 1.2 മാനുവൽ വേരിയൻറ്റ് 10,33,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചർ ലോഡറായിട്ടുള്ളൊരു വാഹനമാണ് സോണറ്റിൻ്റെ ആ ഒരു വേരിയൻറ്റ്. ഇപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത എക്സ്റ്ററിൻ്റെ ടോപ്പ് വേരിയൻറ്റ്, അതല്ലെങ്കിൽ പഞ്ചിൻ്റെ ടോപ്പ് വേരിയൻ്റൊക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്റ്റഡ് പെട്രോൾ എഞ്ചിനുള്ള ഒരു വാഹനം മതി, മാനുവൽ മതി, മൈലേജിൽ വലിയ പ്രശ്നമില്ല എങ്കിൽ നിങ്ങൾ നോക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കേണ്ട ബെസ്റ്റ് കാർ സോണറ്റിൻ്റെ ആ ഒരു HTE ഓപ്ഷൻ വേരിയൻ്റാണ്. അതുപോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക്കാണ് നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾക്ക് ഫീച്ചേഴ്സിനൊന്നും വലിയ കൺസേൺ ഇല്ല, ഫീച്ചേഴ്സ് നിങ്ങൾ ആക്സസറി ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് HTE ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കാം. 11.5 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന ദ ബെസ്റ്റ് ഓട്ടോമാറ്റിക് കാറും സോണറ്റിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത പോസിറ്റീവായ നെഗറ്റീവ്സും കാര്യങ്ങളുമാണ്. പിന്നെ ഞാൻ കുറച്ചെല്ലാം ഓൺലൈനിൽ നിന്നും സെർച്ച് ചെയ്തെടുത്തിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഫീൽ ചെയ്തേക്കാം. പിന്നെ ഏത് വാഹനം ചൂസ് ചെയ്യണം, ഏത് ഡിസൈനിലുള്ള വാഹനം ചൂസ് ചെയ്യണമെന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, ലൈക്ക് ചെയ്യാൻ പറയണം, കമൻറ്റ് ചെയ്യാൻ പറയണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്തെങ്കിലും ഒരു കമൻറ്റും രേഖപ്പെടുത്തുക, ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് ഇട്ടാലും മതി. അതല്ല റെഗുലർ വ്യൂവേഴ്സാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഒരു ലൈക്കും ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഹ്യുണ്ടായി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും അല്ലെങ്കിൽ കിയ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ബുക്കിംഗ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് വാഹനങ്ങൾക്കും 90% ഓൺ റോഡ് ഫണ്ടിങ്ങും ഏകദേശം ഒരു 1 ലക്ഷം രൂപ to 1.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ രണ്ട് വാഹനങ്ങളും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.